എല്ലാവർക്കും വെൽക്കം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിന്റെ ഒരു ബിസിനസ് പേജ് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാർട്ട്നേഴ്സിന് സ്റ്റാഫിനൊക്കെ ചിലപ്പോൾ ആക്സസ് ഷെയർ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ അവർക്ക് പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അഡ്മിൻ റോളോ അല്ലെങ്കിൽ ആഡ് കൺട്രോൾ ചെയ്യുന്നതിനോ അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് നമ്മളുടെ സ്റ്റാഫുകൾക്കോ പാർട്ട്നേഴ്സിനോ ഒക്കെ നമുക്ക് ആക്സസുകൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ആ ഒരു വ്യക്തിക്കും കൂടെ നമ്മുടെ പേജ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ആ ഒരു വ്യക്തിക്കും കൂടെ നമ്മുടെ പേജ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ, കമന്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ, കമന്റ് മോഡറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്, ആഡ് ചെയ്യാൻ, ഇങ്ങനെ നിറയെ ഓപ്ഷൻസ്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനാദ്യം നമ്മുടെ പേജാണ് ഓപ്പൺ ചെയ്യേണ്ടത്. പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ നമുക്ക് പേജ് ആക്സസ് എന്ന് കാണാം. പേജ് ആക്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഈ നിലവിൽ ഈ പേജിന്റെ ആക്സസ് ഞാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ എന്റെ പേര് മാത്രമായിരിക്കും ഉണ്ടാവുക. നമുക്ക് പുതിയൊരാൾക്ക് ആക്സസ് ഷെയർ ചെയ്യാൻ രണ്ട് ഓപ്ഷനാണ്. ഒന്ന് ഇപ്പോൾ വിത്ത് ഫേസ്ബുക്ക് ആക്സസ്, ഫേസ്ബുക്കിന്റെ ഫുൾ ആക്സസ് കൊടുക്കണോ അതോ ടാസ്ക് മാത്രം. ടാസ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ചിലപ്പം ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമായിരിക്കും, അങ്ങനെ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും എന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യാം. ആഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ആരെയാണോ ഇവിടെ ആഡ് ചെയ്യേണ്ടത് ആ ആളുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ആ ആളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ആ കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക അതില് ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക്, ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണറോ സ്റ്റാഫോ ആരും ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ സ്റ്റാഫ് ആണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കണ്ടന്റ് ആക്സസ്, മാനേജ് ആൻഡ് കോൾസ്, കമ്മ്യൂണിറ്റി ആക്സസ്, ആഡ്സ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള ആക്സസ് ആണ് കാണുന്നത്. ഇത് ലിമിറ്റഡ് ആണ്. ഇനി നമുക്ക് അലോ ദിസ് പേഴ്സൺ ടു ഹാവ് എ ഫുൾ കൺട്രോൾ. അപ്പൊ ഇതിന്റെ ഫുൾ കൺട്രോൾ കൊടുക്കണം. അപ്പൊ എനിവൺ വിത്ത് ഫുൾ കൺട്രോൾ ക്യാൻ ഗിവ് എ ആക്സസ് ടു അതേഴ്സ് ആൻഡ് റിമൂവ് എനിവൺ ഫ്രം ദിസ് പേജ് ആൻഡ് ഇൻക്ലൂഡിംഗ് യു. ഡിലീറ്റ്, ഈ പേജ് ഡിലീറ്റ് ചെയ്യാനും മറ്റുള്ളവരെ ഒഴിവാക്കാനും എല്ലാ ഓതറൈസേഷൻ കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ഫുൾ കൺട്രോൾ. ഇത് അണേബിൾ ചെയ്തിട്ട് ഗിവ് ആക്സസ് നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നമുക്കെല്ലാം കൊടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അത് കംപ്ലീറ്റ് ആവുള്ളൂ. പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പാസ്വേഡ് ആണ് എൻ്റർ ചെയ്യുന്നത്. പേജിന് പാസ്വേഡ് ഉണ്ടാവില്ല. ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പാസ്വേഡ് പ്രോപ്പറായി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആർക്കാണ് ഈ ആക്സസ് കൊടുത്തത് അല്ലെ, ആ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോട്ടിഫിക്കേഷനിൽ പോയാൽ മാത്രമാണ് ആ നോട്ടിഫിക്കേഷൻ അവിടെ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മളുടെ പേജിന്റെ ആക്സസ് ആ ഒരു വ്യക്തിയുടെ ഡാഷ്ബോർഡിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ലിമിറ്റഡ് റോൾ ആണോ ഫുൾ കൺട്രോൾ ആണോ ചെയ്യേണ്ടത്, ഇതൊക്കെ ഡിസിഷൻ എടുക്കാം. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കൂടുതലായിട്ട് അറിയേണ്ടതുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഓരോ സ്റ്റെപ്പും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം, കറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.